നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം കേരള കൗമുദി ഇന്ന് ഏറ്റവും പ്രാധാന്യത്തോടു കൊടുത്തിട്ടുള്ള വാർത്ത ക്ഷേമ പെൻഷൻ പറ്റിച്ചവർ 10,000 എന്നുള്ള വാർത്തയാണ്. ഖജനാവിന് നഷ്ടം 50 കോടി. അതായത് സർക്കാരിനെ പറ്റിച്ച് ഖജനാവ് ചോർത്തി പാവങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത ജീവനക്കാർ 10,000 കടക്കും. ഇതുവഴി 50 കോടിയാണ് ഖജനാവിന് നഷ്ടം. വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ് കൗമുദി കൊടുത്തിട്ടുള്ളത്. അതായത് സർക്കാരിനെ പറ്റിച്ച് ഖജനാവ് ചോർത്തി പാവങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത ജീവനക്കാർ 10,000 കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനത്തെ വിശ്വസിക്കുക? ആ സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെ വിശ്വസിക്കുക? സാധാരണക്കാരന് കിട്ടുന്ന തുച്ഛമായ തുകയിൽ കൈയിട്ട് വാരുന്ന ഇത്തരത്തിലുള്ള പ്രവണതയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വേണ്ട തരത്തിലുള്ള രീതിയിൽ നടത്തണമെന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധനയിലാണ് 1458 ജീവനക്കാരുടെ തരികിട വെളിപ്പെട്ടത്. 3 വർഷത്തിനിടെ ഇവർ 8.40 കോടി രൂപയാണ് കൈപ്പറ്റിയത്. എന്നാൽ 2022 CIGയുടെ സോഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ 9,201 ജീവനക്കാരും പെൻഷൻകാരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായും 39.27 കോടി നഷ്ടമുണ്ടായതും ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിലെ ഖജനാവിൽ വലിയ ചോർച്ചയാണുള്ളത്. അതായത് സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ട് ജനം നേടിക്കൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന വാദം സർക്കാർ ഉന്നയിക്കുന്നു. അതുകൂടാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പലതരത്തിലുള്ള അമിതമായ ചെലവുകൾ വരുത്തുന്നു. അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ജനങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്ന ഈ പെൻഷനിൽ നിന്ന് ഇത്തരത്തിലുള്ള വളരെ മോശമായ രീതിയിൽ അത് ചൂഴ്ന്നെടുക്കുന്ന ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി വേണമെന്ന് തന്നെയാണ് ആവശ്യം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇതിലെ തലക്കെട്ടാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു തലക്കെട്ട്. സിദ്ദിഖിനെ ഇനിയും കള്ളനെന്ന് വിളിക്കാം എന്നുള്ളതാണ് തലക്കെട്ട്. അതായത് ജയിലിൽ നല്ല പാഠങ്ങൾ പഠിച്ച് നല്ല പിള്ളയായി പുറത്തിറങ്ങിയ സിദ്ദിഖ് സ്വന്തം പണി മറന്നില്ല. കണ്ണൂർ തളാപ്പിലെ CSI പള്ളിയിൽ നടത്തിയ മോഷണത്തിൽ പിടിയിലായ സിദ്ദിഖ് വീണ്ടും കണ്ണൂർ ജയിലിലായി. ജയിലിൽ നിന്ന് പഠിച്ച പാചകവിദ്യ എഴുത്തുകാരനെന്ന മേൽവിലാസവും ഇയാൾക്ക് വെളിച്ചം പകർന്നില്ല. 34 വർഷം നീണ്ട ജയിൽവാസത്തിന് ശേഷം മാനസാന്തരപ്പെട്ട് 8 മാസം മുൻപ് പുറത്തിറങ്ങിയ ഈ 60-കാരൻ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ജയിലിലായത്. അദ്ദേഹത്തിൻ്റെ കള്ളൻ്റെ ആത്മകഥ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചിത്രമാണ് എന്നോടൊപ്പം നൽകിയിട്ടുള്ളത്. MP ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിക്കൊപ്പം കേരളീയ വേഷത്തിൽ പുതിയ പാർലമെൻറ്റിലേക്ക് പോകുന്ന പ്രിയങ്ക ഗാന്ധി. രാഹുൽ ഗാന്ധിക്ക് ശേഷം വയനാട്ടിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 4,10,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച പ്രിയങ്ക ഗാന്ധി കേരളത്തിൻ്റെ തനത് വസ്ത്രമായ കസവൊക്കെ എടുത്ത് ഭരണഘടന കയ്യിലേന്തിക്കൊണ്ടായിരുന്നു തൻ്റെ സത്യപ്രതിജ്ഞ നടത്തിയത്. ആ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്ന ചിത്രമാണ് ഇപ്പോൾ കേരള കൗമുദി നൽകിയിട്ടുള്ളത്. വത്തിക്കാനിൽ ലോകമത പാർലമെൻറ്റിന് ഇന്ന് തുടക്കം. അതായത് ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ 100 വർഷം മുമ്പ് സംഘടിപ്പിച്ച സർവ്വമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ശിവഗിരി മഠത്തിൻ്റെ നേതൃത്വത്തിൽ ആഗോള ക്രൈസ്തവ സഭയുടെ ആസ്ഥാനമായ വത്തിക്കാനിൽ നടത്തുന്ന ത്രിദിന ലോകമത പാർലമെൻറ്റിന് ഇന്ന് തുടക്കമാകുമെന്നുള്ള വാർത്തയാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. ലോക്കൽ സമ്മേളനത്തിൻ്റെ CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടു. CPM ലോക്കൽ സമ്മേളനത്തിൻ്റെ പ്രാദേശിക DYFI CITU നേതാക്കൾ നേതൃത്വത്തിൽ സംസ്ഥാന നേതാക്കളെ അടക്കം ഹാളിൽ പൂട്ടിയിട്ടു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള കുലശേഖരപുരം നോർത്ത് സമ്മേളനത്തിലാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ K രാജഗോപാൽ, സൂസൻ കോടി, K സോമപ്രസാദ് അടക്കമുള്ളവരെ ഇന്നലെ രാത്രി 8:30 പൂട്ടിയിട്ടത്. കൂടുതൽ പാർട്ടി പ്രവർത്തകരെത്തി രാത്രി വൈകിയാണ് നേതാക്കളെ പുറത്തിറക്കിയത്. മത്സര ശ്രമത്തെ തുടർന്ന് നേരത്തെ നിർത്തിവെച്ച സമ്മേളനം ഇന്നലെ കൂടുതൽ നേതാക്കളെത്തി കുലശേഖരപുരം NSS കരയോഗ ഹാളിൽ വീണ്ടും നടത്തുന്നതിനിടെയാണ് സംഭവം. മന്ത്രി സജിയുടെ പ്രസംഗ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഭരണഘടനയെ അവഹേളിച്ചു പ്രസംഗിച്ചതിന് മന്ത്രി സജി ചെറിയാനെതിരായ കേസിൻ്റെ തുടരന്വേഷണം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രൈംബ്രാഞ്ചിന് കൈമാറി എന്നുള്ള വാർത്തയും കേരള കൗമുദി നൽകുന്നു. ഇടതുഭാഗത്തെ തലവര എന്ന അവരുടെ കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് സാമൂഹ്യ പെൻഷനിൽ കൈയിട്ട് വാരിയവർക്കെതിരെ വകുപ്പുതല നടപടി. ധനമന്ത്രി എല്ലാവർക്കും ഓരോ ഗഡു ഡെസ്ക് പെൻഷൻ അനുവദിക്കാം എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. അടുത്തത് മലയാള മനോരമയാണ്. മനോരമ ഇന്ന് ഏറെ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള വാർത്ത, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചു. താമസക്കാരുടെ അവകാശം മുഖ്യം. സർക്കാർ സ്വീകരിക്കേണ്ട നടപടികൾ വ്യക്തമാക്കണം. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. അതായത് മുനമ്പത്തെ ഭൂമിയിലെ ശരിയായ താമസക്കാരുടെ അവകാശങ്ങളും താല്പര്യങ്ങളും എങ്ങനെ സംരക്ഷിക്കാമെന്നും ശുപാർശ ചെയ്യുമെന്ന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനോട് സർക്കാർ നിർദ്ദേശിച്ചു. ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനായി നിയമിച്ചുകൊണ്ട് ഇന്നലെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലാണ് സർക്കാരിൻ്റെ നിലപാട് കൂടി വ്യക്തമാക്കിയത്. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ സർക്കാർ നിശ്ചയിക്കാത്തത് കൊണ്ടും
നിയമന വിജ്ഞാപനം ഇറക്കാത്തതിനാലും പ്രവർത്തനം തുടങ്ങാനായിട്ടില്ല എന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. വഖഫ് ബിൽ JPCC കാലാവധി നീട്ടി, വഖഫ് ബോർഡിൻ്റെ കാലാവധി നീട്ടി എന്നുള്ള പ്രത്യേക കോളമുണ്ടൊപ്പം ലോക സർവ്വമത സമ്മേളനം ഇന്നു മുതൽ വത്തിക്കാനിൽ എന്ന വാർത്തയും മലയാള മനോരമ നൽകുന്നു. ദിനചിത്രം എന്ന തലക്കെട്ടോടുകൂടി ഇന്ന് വളരെ ഭയപ്പെടുത്തുന്ന ഒരു ചിത്രം മനോരമ നൽകുന്നു. മരം ഒരൊന്നൊന്നര വരം എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഗൂഡല്ലൂരിനടുത്ത സിൽവർ ക്ലൗഡിൻ്റെ കാപ്പിത്തോട്ടത്തിൽ കാട് വെട്ടിക്കൊണ്ടിരിക്കെയാണ് ജാർഖണ്ഡിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തത്. സെക്കൻഡുകൾ കൊണ്ട് യുവാക്കൾ സമീപത്തെ മരങ്ങളിലേക്ക് പാഞ്ഞു കയറി. മറ്റൊരു മരത്തിൽ കയറി രക്ഷപ്പെട്ട തൊഴിലാളിയാണ് ഈ വീഡിയോ ദൃശ്യം പകർത്തിയത്. യുവാവ് മരത്തിൽ പിടിമുറുക്കാൻ പാടുപെടുന്നതും കാലുപിടുത്തി താഴേക്ക് വീഴാൻ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. KTUVC സർക്കാർ അപ്പീൽ ഹൈക്കോടതി തള്ളി. വൈസ് ചാൻസലർ നിയമന വിഷയത്തിൽ സർക്കാരിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. കേരള സാങ്കേതിക സർവകലാശാല താൽക്കാലിക വൈസ് ചാൻസലറായി ഡോക്ടർ K ശിവപ്രസാദിനെ നിയമിച്ച ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. കുഞ്ചുകുറുപ്പ് എന്ന മലയാള മനോരമയുടെ കാർട്ടൂൺ പരമ്പരയിൽ പരുന്തു താഴേക്ക് വരുമ്പോൾ അതിൻ്റെ പുറത്തു വന്നിരുന്ന കാക്കകൾ കൊത്തിപ്പറിക്കാൻ ശ്രമിക്കുമെന്ന് ഡിജിറ്റൽ സർവകലാശാല VC സിസ തോമസ്. ഡിജിറ്റൽ കാക്കയുടെ കാര്യമാണ് എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് വിഴിഞ്ഞം അദാനിയുമായി പുതിയ ധാരണ, വരുമാനം വൈകില്ല എന്നുള്ളതാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ആ വാർത്തയുടെ വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള വരുമാന വിഹിതം 2034 മുതൽ തന്നെ കേരളത്തിന് ലഭിക്കും. ഭാവി വികസനം ഉറപ്പാക്കുന്ന അനുബന്ധ കരാർ സംസ്ഥാന സർക്കാരിന് അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും ഒപ്പുവെച്ചു. 2039 പകരം 2034 തന്നെ സംസ്ഥാനത്തിന് വരുമാന വിഹിതം ലഭിക്കും. കേരളത്തിനുള്ള വരുമാന വിഹിതം 1%, 40 വർഷത്തെ കരാർ അവസാനിക്കുമ്പോൾ 21%, 6300 കോടി. മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടുന്നത് ആചാരമല്ല എന്ന വാർത്ത നൽകുന്നുണ്ട് മാതൃഭൂമി. അതായത് ശബരിമല മാളികപ്പുറം ക്ഷേത്രത്തിന് ചുറ്റും തേങ്ങ ഉരുട്ടുന്നതും മഞ്ഞൾപ്പൊടി വിതറുന്നതും ആചാരമല്ലെന്ന്, ഇത് ഒഴിവാക്കണമെന്നും ഹൈക്കോടതി. കാക്കദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ക്ഷേമ പെൻഷനിൽ കൈയിട്ടുവാരിയവർക്കെതിരെ നടപടി വരും. പേരുവിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് മന്ത്രി. ഇരകൾക്കൊപ്പം നിൽക്കും, കാട്ടുകള്ളന്മാർക്കൊപ്പം ഓടും, കർശന നടപടി. വളരെ രസകരമായ രീതിയിലാണ് കാർട്ടൂൺ തലക്കെട്ടുമൊക്കെ നൽകിയിട്ടുള്ളത്. CPM ലോക്കൽ സമ്മേളനത്തിൽ സംഘർഷം എന്ന വാർത്ത മാതൃഭൂമി നൽകുന്നു. ഡൽഹിയിൽ സ്ഫോടനം, ആളപായമില്ല. കൊല്ലം പാലത്തറയ്ക്കും അയത്തിനുമിടയിൽ ചൂരങ്കാവിൽ തോടിനു കുറുകെ നിർമ്മാണത്തിലിരുന്ന പാലത്തിൻ്റെ മധ്യഭാഗം തകർന്നു വീണ നിലയിൽ. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിക്കുന്ന പാലത്തിൻ്റെ അടിഭാഗത്ത് ഉറപ്പിച്ചിരുന്ന തട്ടിൻ്റെ ഇരുമ്പ് തൂണുകൾ തോട്ടിലേക്ക് താഴ്ന്നു പോവുകയായിരുന്നു. പാലത്തിന് മുകളിൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ പാലം തകരുന്നത് കണ്ട് പെട്ടെന്ന് വശങ്ങളിലേക്ക് ചാടിയതിനാൽ പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു. മുനമ്പത്തുകാരുടെ അവകാശം സംരക്ഷിക്കും, ജുഡീഷ്യൽ കമ്മീഷൻ വിജ്ഞാപനമായി എന്നുള്ള വാർത്ത മാതൃഭൂമി നൽകുന്നു. അധ്യാപകരാവാൻ ഇനി 4 വർഷ ബിരുദം. സംസ്ഥാനത്തെ അധ്യാപക വിദ്യാഭ്യാസ കോഴ്സുകൾ 4 വർഷ ബിരുദത്തിലേക്ക് മാറുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ചുവട് പിടിച്ച ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് ശുപാർശ. എന്തായാലും അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന പുതു ടീച്ചർമാർക്ക് 4 വർഷം വരെ കാത്തിരിക്കണം എന്നുള്ളതാണ് പുതിയ വാർത്ത. അടുത്ത ദേശാഭിമാനി, വിഴിഞ്ഞം പൂർത്തിയാകും, ലക്ഷ്യമിട്ടതിലും 17 വർഷം മുമ്പേ എന്നുള്ളതാണ് ദേശാഭിമാനി നൽകുന്ന വാർത്ത. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച വിജ്ഞാപനം എന്ന വാർത്തയും ദേശാഭിമാനി നൽകുന്നു. ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള വാർത്ത മസ്ജിദുകൾ ലക്ഷ്യമിട്ട് സംഘപരിവാർ, അജ്മീർ ദർഗയിലും അവകാശവാദം. ഹിന്ദുസേനയുടെ ഹർജിയിൽ ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ISIക്കും ദർഗാ കമ്മിറ്റിക്കും നോട്ടീസ്. ജനുവരിയിൽ ഉറൂസ് നടക്കാനിരിക്കെ വിഭജന നീക്കം. കേസ് ഡിസംബർ 20 വീണ്ടും പരിഗണിക്കും. ദർഗയ്ക്ക് താഴെ ശിവക്ഷേത്രമായിരുന്നുവെന്നാണ് പ്രചാരണം. ഉത്തർപ്രദേശിലെ സമ്പൽ ഷാഹി ജുമാ മസ്ജിദിലെ സർവേക്കിടെ വെടിവെപ്പിൽ 5 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ രാജസ്ഥാനിലെ പ്രശസ്തമായ അജ്മീർ ദർഗയിലും സർവേ ആവശ്യവുമായി സംഘപരിവാർ സംഘടന. സാങ്കേതിക സർവകലാശാല VC നിയമനം, ഗവർണർക്കും VCക്കും നോട്ടീസ്. സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വൈസ് ചാൻസലറെ നിയമിച്ച ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. ഇതാണ് എൻ്റെ ഭരണഘടന മനുസ്മൃതിയും പിടിച്ച ഗവർണർ ഇരിക്കുന്ന ഒരു കാർട്ടൂൺ അതിനോടൊപ്പം നൽകുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 3285 കോടി കൂടി. മലയാള സർവകലാശാലയിൽ SFIക്ക് എതിരില്ലാതെ വിജയം എന്നുള്ള വാർത്ത ദേശാഭിമാനി നൽകുന്നു. അനുവദിക്കരുതെന്ന് ഹൈക്കോടതി. അതായത് മാളികപ്പുറത്ത് തേങ്ങ ഉരുട്ടൽ ആചാരമല്ല എന്നുള്ള വാർത്തയും ദേശാഭിമാനിയിലുണ്ട്. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെ നൽകിയിട്ടുള്ളത് ബിരുദം പഠനം കാലയളവ് നീട്ടാം, കുറയ്ക്കാം. നേരെയോ വൈകിയോ നേടുന്ന ബിരുദങ്ങൾ ഉന്നത പഠനത്തിനും ജോലി ആവശ്യങ്ങൾക്കും മറ്റ് ബിരുദം പോലെ തന്നെ പരിഗണിക്കും. അതായത് ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠന കാലയളവ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള സംവിധാനവുമായി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ നിശ്ചിത പഠന കാലയളവിന് പുറമേ ബിരുദം പെട്ടെന്ന് നേടാനാകുന്ന ആക്സിലേറ്റർ ഡിഗ്രി പ്രോഗ്രാമിനും
പഠനം നീട്ടുന്നതിനുള്ള എക്സ്റ്റൻഡഡ് ഡിഗ്രി പ്രോഗ്രാമിനുമുള്ള കരട് നടപടിക്രമങ്ങൾ അംഗീകാരം നൽകിയതായി UGC ചെയർമാൻ ജഗദീഷ് കുമാർ പറഞ്ഞു. ആദ്യം പറന്നെത്തി ഇവ താരമായി, അതായത് സംഘടനയിൽപ്പെട്ട 1 വയസ്സുകാരി ഇവ എന്ന വെളുത്ത പൂച്ചക്കുട്ടി വ്യാഴാഴ്ച കൊച്ചി വിമാനത്താവളം വഴി പറന്നിറങ്ങിയത് ചരിത്രത്തിലേക്ക് കൂടിയാണ്. വിദേശത്ത് നിന്ന് ഓമനമൃഗങ്ങളെ കൊണ്ടുവരുവാനുള്ള സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ലഭിച്ച ശേഷം ആദ്യമായാണ് ഒരു മൃഗം കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്നത്. രാവിലെ 10:17 എയർ ഇന്ത്യയുടെ AI 954 വിമാനത്തിൽ ദോഹയിൽ നിന്നാണ് തൃശൂർ ചേലക്കര സ്വദേശിയായ KA രാമചന്ദ്രൻ്റെ ഓമനയായ ഇവ കൊച്ചിയിലെത്തിയത്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗം മന്ത്രി സജി ചെറിയാനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉത്തരവായി എന്ന വാർത്ത മാധ്യമത്തിൽ നൽകുന്നു. MP ആയി സത്യപ്രതിജ്ഞ ചെയ്ത സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രം പകർത്തുന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കസവ് സാരി ഉടുത്ത കേരളീയ വേഷത്തിലാണ് പ്രിയങ്ക സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. നവജാത ശിശുവിൻ്റെ അസാധാരണ വൈകല്യം പ്രത്യേക സംഘം അന്വേഷിക്കും. അതായത് നവജാത ശിശു അസാധാരണ വൈകല്യത്തോടുകൂടി പിറന്ന സംഭവം ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കുവാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. അടുത്തത് ജന്മഭൂമിയാണ്. ഡോക്ടർ മംഗളം സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പുരസ്കാരം P നാരായണന് ആദര സമർപ്പണം എന്ന തലക്കെട്ടോടുകൂടി മംഗള സ്വാമിനാഥൻ ഫൗണ്ടേഷൻ ജേർണലിസം പുരസ്കാരം ജന്മഭൂമി മുൻ മുഖ്യ പത്രാധിപർ P നാരായണന് ന്യൂഡൽഹി LCMC കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, മുൻ കേന്ദ്രമന്ത്രി ഡോക്ടർ മുരളി മനോഹർ ജോഷി, ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് എന്നിവർ ചേർന്ന് സമ്മാനിക്കുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് CIG റിപ്പോർട്ട് അവഗണിച്ചു, വ്യാപ്തി മറച്ചുപിടിച്ചു സർക്കാർ എന്ന വാർത്ത ജന്മഭൂമി നൽകുന്നു. KTUVC നിയമനം ഉത്തരവിന് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിച്ചു എന്നുള്ള വാർത്ത ജന്മഭൂമി നൽകുന്നു. INS അരിഘാതിൽ നിന്നുള്ള K4 മിസൈൽ പരീക്ഷണം വിജയം. 3500 കിലോമീറ്റർ ദൂരപരിധി. ഭാരതത്തിൻ്റെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനി INS അരിഘാതിൽ നിന്ന് ആണവശേഷിക്കുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം വിജയം. നവജാത ശിശുവിന് ഗുരുതര വൈകല്യം, 4 ഡോക്ടർമാർക്കെതിരെ കേസ് എന്ന വാർത്തയും ജന്മഭൂമി നൽകുന്നുണ്ട്. അടുത്ത ദീപികയാണ്. ദീപികയിൽ പാർലമെന്റ് വീണ്ടും സ്തംഭിച്ചു. അദാനിക്കെതിരായ കുറ്റപത്രത്തിൽ ചർച്ച വേണമെന്ന സംയുക്ത പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളിയതിനെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും തുടർച്ചയായി 3-ാം ദിവസവും പാടെ സ്തംഭിച്ചു. ഭരണഘടനയുടെ പകർപ്പ് കൈലേന്തി പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. കസവെടുത്ത് ഭരണഘടന മുറുകെ പിടിച്ച പ്രിയങ്ക. ക്ഷേമ പെൻഷൻ തട്ടിപ്പ് അന്വേഷണം താൽക്കാലിക കരാർ ജീവനക്കാരിലേക്കും എന്ന വാർത്തയെ ദീപികയിൽ നൽകുന്നു. കേരളത്തിന് കേന്ദ്രം 1050 കോടി അനുവദിച്ചു എന്ന വാർത്തയുമുണ്ട്. മുൻപം ജുഡീഷ്യൽ കമ്മീഷൻ 2 പരിഗണനാ വിഷയങ്ങൾ എന്ന വാർത്തയും നൽകുന്നു. മാവേലിനാട് എന്ന കാർട്ടൂൺ പരമ്പരയിൽ നവീൻ ബാബുവിന്റെ ഭരണം CBI അന്വേഷണം തള്ളി CPM. പാർട്ടി പോലീസും പാർട്ടി കോടതിയും ഇവിടെ ഉള്ളപ്പോൾ CBIയുടെ ആവശ്യം എന്ത് എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട്. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. നാളെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.